ഭൂഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ, സൗരവാതം, പ്ലാസ്മ പ്രവാഹം, സൂര്യന്റെ കാന്തിക ക്ഷേത്രം, സൗരപ്രതിഭാസങ്ങൾ, സൗരയൂഥത്തിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, ഇതെല്ലാം ആദിത്യ L1 സൂക്ഷ്മമായി പഠിക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 7 പേലോഡുകളാണ് ആദ്യത്തേലുള്ളത്. ആദ്യത്തെ പേലോഡ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറം പാളിയാണ് കൊറോണ. ഈ വെൽക്ക് ദിവസവും സൂര്യന്റെ 1440 ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കും. സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്, സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, അതോടൊപ്പം തന്നെ ക്രോമോസ്ഫിയർ, ഇവ രണ്ടിന്റെയും ചിത്രം എടുക്കുകയാണ് സ്യൂട്ടിന്റെ ലക്ഷ്യം. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, സൂര്യനിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ നേരിട്ട് പഠിക്കാനുള്ള ഉപകരണമാണ് സോളിക്സ്. സൂര്യനിൽ നിന്ന് വരുന്ന കുറഞ്ഞ ഊർജ്ജമുള്ള എക്സ്റേ തരംഗങ്ങളെയാണ് ഈ പേലോഡ് പഠിക്കുക. ഇനി 4ാമത്തെ പേലോഡ് ഹീലിയോസ്. സൂര്യന്റെ കൊറോണയിൽ ചിലപ്പോൾ ഈ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകും. ഈ പൊട്ടിത്തെറിയിൽ ചില സമയങ്ങളിൽ കൊറോണയിലെ പ്ലാസ്മയുടെ ഭാഗങ്ങളും പുറത്തേക്ക് തെറിക്കും. കൊറോണൽ മാസ് ഇജക്ഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തെ തുടർന്ന് വലിയ തോതിൽ ഉയർന്ന ഊർജ്ജമുള്ള എക്സ്റേ തരംഗങ്ങൾ പുറത്തേക്ക് വരും. ഈ എക്സ്റേ തരംഗങ്ങളെ പഠിക്കുകയാണ് ഹീലിയോസിന്റെ ഉത്തരവാദിത്തം. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. സൗരയൂഥം മുഴുവൻ പരക്കുന്ന സൗരക്കാറ്റുകളെ ഭൂമിയുടെ കാന്തിക വലയം ഭൂമിയിലേക്ക് കടക്കാൻ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ഈ സൗരക്കാറ്റുകളെ പഠിക്കാനും കഴിയില്ല. പക്ഷേ ആസ്പെക്സ് വിശദമായി ഈ സൗരക്കാറ്റുകളെ കുറിച്ച് പഠിക്കുകയും അതിലെ കണികകളെ നിരീക്ഷിക്കുകയും ചെയ്യും. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ഈ ആസ്പെക്സിനെ പോലെ തന്നെ പാപ്പയും സൗരക്കാറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പദാർത്ഥങ്ങളെ തന്നെയാണ് പഠിക്കുന്നത്. ഇനി 7ാമത്തെ പേലോഡ് അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നറ്റോമീറ്റേഴ്സ്. സൂര്യനിലും സൂര്യന്റെ അന്തരീക്ഷത്തിലും ഉണ്ടാകുന്ന പ്രക്ഷുബ്ധമായ ആണവ പ്രവർത്തനം കാരണം ഈ കാന്തിക വലയത്തിന് ചിലപ്പോഴൊക്കെ വലിയ മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വരുന്ന കാന്തിക തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഈ പേലോഡ്.